നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് തൊട്ട് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം നടന്ന 10th പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ അടുത്ത എക്സാമിന് പോകുമ്പോഴത്തേനും എന്തായാലും കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ തന്നെ നമുക്ക് 10th പ്രിലിംസിന്റെ ഒരു കാർഡ് ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫുള്ള് പ്രീവിയസ് ഇയർ ഇതുവരെ 10th പ്രിലിംസിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർ അങ്ങനെ അതിൽ കയറിയിട്ട് അപ്പൊ അതിൽ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇതുവരെ ചോദിച്ചിട്ടുള്ള 10th പ്രിലിംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുന്നതായിരിക്കും 10th പ്രിലിംസിൽ കയറിയാല്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ. ഇതൊരു 10, 40, 50 ക്വസ്റ്റ്യൻ അടുത്തേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കി ഇതിന്റെ ആൻസർ ഒന്ന് ഓക്കെ നോക്കിയിട്ട് പോവുക. അപ്പൊ ഇതൊരു 10, 50 ക്വസ്റ്റ്യനേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് നോക്കിയിട്ട് അതിന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് പോവുക. അപ്പം ഓർമ്മയില്ലാത്തവർക്ക്, മറന്നുപോയവർക്ക് അതൊന്ന് ഓർമ്മപ്പെടുത്തലൂടെ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് എന്നാണ് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 359 ആണ്. അപ്പൊ നമുക്ക് ഈ ആൻസർ അറിയാമെങ്കിൽ കൂടി ഓപ്ഷൻ കാണുമ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കുക, കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 359 പ്രകാരമാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. നമ്മള് മനുഷ്യാവകാശ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് സംസ്ഥാനവും ദേശീയവും രണ്ടും പഠിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നവരെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സംസ്ഥാനത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നതാണ് മുഖ്യമന്ത്രി. ഇതിൽ ഗവർണർ ഉണ്ട്, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന പ്രതിപക്ഷ നേതാവുണ്ട്. മുഖ്യമന്ത്രിയിലും ഗവർണറിലുമാണ് ഒരു ചെറിയ ഡൗട്ട് വരുന്നത്. അപ്പോ ആൻസർ എത്രയാണ്? ആൻസർ എന്താണ്? മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 1.18 ആണ് കേട്ടോ. 1.18% ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ. ഇനി ലോകത്തിന്റെതും ചോദിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചാടിക്കണ്ടു എനിക്ക് അറിയാമെന്ന് ചാടിക്കേറി എഴുതാതിരിക്കുക, വ്യക്തമായി നോക്കിയിട്ട് എഴുതുക. അടുത്ത നാലാമത്തെ ചോദ്യം, കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണെന്നാണ്. ഉത്തരം സി, കുണ്ടറയാണ് ഉത്തരം. അടുത്തപോലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് എവിടെയാണ്? നീണ്ടകരയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധനം പഠിപ്പിച്ചപ്പോൾ ഇത് പറഞ്ഞിരുന്നു. ഇൻഡോ നോർവീജിയൻ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് നീണ്ടകര. ഇൻഡോ നോർവീജിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നീണ്ടകര. ഓക്കെ, അടുത്ത, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഡിണ്ടിഗൽ, കൊല്ലമാണ്. അപ്പൊ നമ്മൾ ദേശീയപാതകൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് എടുത്ത് ദേശീയപാത 183 എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പം കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. ഡിണ്ടിഗൽ, കൊല്ലമാണ് ഇത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, അടുത്ത ഏഴാമത്തത്, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണ് 1797 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യം, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. അത് നമുക്കറിയാം. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, നമുക്ക് പാൻക്രിയാസ് എന്ന് തോന്നും, അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് പാൻക്രിയാസ് അവിടെ ഉണ്ട്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത്, നമുക്ക് സാധാരണ വിറ്റമിൻ ആണ് ചോദിക്കുന്നത്. ഏത് വിറ്റമിൻ ആണ് കട്ട പിടിക്കാൻ സഹായിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചോദിച്ചതാണ് രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യം, ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതെന്നാണ്.
പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉത്തരം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം കേട്ടോ. കെമിസ്ട്രിയാണ്. അടുത്ത് 12ാമത്തെ ചോദ്യമാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ചലനമാണ്. അടുത്ത 13ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഓക്കെ. അടുത്ത 14. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ. വലുതല്ല, ഉയരത്തിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഓക്കെയാണ്. അടുത്ത പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി. സ്ഥിരം ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഉത്തരം. അടുത്ത സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശം മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭേദഗതിയാണ്. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള ആദ്യം എന്തായിരുന്നു? സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. പിന്നീട് അത് മാറ്റി എന്താക്കി? നിയമാവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഭേദഗതി എത്രാമതാണ്? 44ാം ഭേദഗതിയാണ്. ഓക്കെ. അടുത്ത പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 16 ആണ്. ഓക്കെ. അടുത്ത 18ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലിയാണ്. ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ആരവല്ലിയാണ്. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തിന് എന്താണ് പറയുന്നത്? വൃഷ്ടി പ്രദേശം എന്നാണ് പറയുന്നത്. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന ഒരു നിശ്ചിത പ്രദേശത്തിന് പറയുന്ന പേര് എന്താണ്? വൃഷ്ടി പ്രദേശം. ഓക്കെ. അടുത്ത ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. ഇപ്പൊ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയിലാണ്. ആനമുടിയാണ് ഉത്തരം. അടുത്ത 21ാമത്തെ ചോദ്യം. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാരാണ് അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയത്. ഓക്കെ. അടുത്ത 22ാമത്തെ ചോദ്യം. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലിന്റെ പേരെന്താണെന്ന് വെച്ചാൽ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ഓക്കെ. അടുത്ത 23. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യമാണ്. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ളതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 352 ആണ്. ഓക്കെ. അടുത്ത കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എ ആണ്. 38,863. 38,863 പഠിച്ചു വെച്ചാൽ മതി. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ എ ആണ്. 38,863 പഠിച്ചു വെച്ച് 38,863. അപ്പം ഈ സാധാരണ ഈ ഓപ്ഷൻ കാണുമ്പോഴാണ് ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടായിരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഓപ്ഷൻ കാണുമ്പോഴാണ് ഈ 2 8 വരുന്നത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ് കേട്ടോ. അടുത്ത 27ാമത്തെ ചോദ്യം. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഡിസംബർ ഫെബ്രുവരി. നമുക്കറിയാം ക്രിസ്മസ് വരുമ്പോൾ ഡിസംബർ ഫെബ്രുവരിയാണ് ഇത് കേരളത്തിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അതുപോലെ 28ാമത്തെ ചോദ്യം. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? വയനാടാണ്. നമ്മൾ പക്ഷി സങ്കേതങ്ങൾ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടുപോക്കുക. അടുത്ത 29. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? കൊച്ചി ദോണ്ടി പോയിന്റ് ആണ്. അടുത്ത അയ്യങ്കാളി ജനിച്ച ദിവസം ഏതെന്ന് ചോദിച്ചാൽ 1863 ഓഗസ്റ്റ് 28 ആണ്. അടുത്ത ചോദ്യം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമിയാണ്. ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. കുറച്ച് ഡൗട്ട് വരും. സമപന്തി ഭോജനം, പന്തി ഭോജനം, അങ്ങനെ ഒരുപാട് ഭോജനം വരുമ്പോഴത്തേനും കുറച്ച് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സമപന്തി ഭോജനം എന്ന് പറയുമ്പോൾ ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ. അടുത്ത 32ാമത്തെ ചോദ്യം. രക്തപരിഹാര വ്യവസ്ഥ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ വില്യം ഹാർവി ആണ് കേട്ടോ. പക്ഷെ വില്യം ഹാർവി അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഏതാണ്? വില്യം ഹാർവി ആണ്. ഓക്കെ. അടുത്ത 33. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഏതാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഓക്കെ. അടുത്ത 34ാമത്തെ ചോദ്യം. തോറിയത്തിന്റെ അയിര് ഏതാണ്? മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ്. തോറിയത്തിന്റെ അയിര് ഏതാണ്? മോണോസൈറ്റ് ആണ്. അതുപോലെ പേശികളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? മയോളജി. അത് സ്ഥിരമായിട്ട് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പേശികളെ കുറിച്ചുള്ള പഠനം ഏതാണെന്ന് ചോദിച്ചാൽ മയോളജി. അടുത്ത മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആണ് ഡ്യൂട്ടീരിയം ആണ്. ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? സമചലനം, സമമന്ദീകരണ ചലനം, അസമചലനം. ഉത്തരം ഏതാണ്? ഇതൊന്നുമല്ല.
അടുത്തത് ഊർജ്ജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? എല്ലാവർക്കും അറിയാം. 38ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ജൂൾ. ഊർജ്ജം അളക്കുന്നതിന് ജൂൾ ആണ്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതും കഴിഞ്ഞ പ്രിലിമിനറി എക്സാം 10th പ്രിലിമിനറി എക്സാംസിന് ചോദിച്ചാണ്. പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നതാണ് നവംബർ 14 എല്ലാ ഡേറ്റും അതിന്റെ തീംസും ഈ വർഷത്തെ തീം എല്ലാം ഒന്ന് പഠിച്ചിട്ട് പോകും കേട്ടോ. അത് നമ്മൾ വേറെ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാതെ പോകരുത്. അടുത്ത എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതെന്ന് ചോദിച്ചാൽ ബാക്ടീരിയ ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ ആണ് കേട്ടോ. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ഇത് ഹൈഗ്രോമീറ്ററും ഹൈഡ്രോമീറ്ററും തമ്മിൽ മാറിപ്പോരുത്. അന്തരീക്ഷ ആർദ്രത ഹൈഗ്രോമീറ്റർ. ഓക്കെ. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? സഹ്യാദ്രി പർവ്വതനിര. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? സഹ്യാദ്രി പർവ്വതനിര എന്നാണ്. ഓക്കെ. അടുത്തത് തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നതെന്നാണ് കേട്ടോ. ശ്വസനം നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല്ലയാണ്. ഏതാണ്? മെഡുല്ലയാണ്. അടുത്ത മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയുടെ പേര് റാബി. റാബി ഖാരിഫ് വിളകൾ നന്നായിട്ട് നോക്കി വെച്ചിട്ട് തിരിച്ചും മറിച്ചും അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓപ്ഷനിൽ ഇവരെല്ലാവരും കാണും, ഇപ്പൊ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ആണ്. അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിരുന്നു. ഒഡീഷയാണ്. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? നിയമാവകാശം. നമ്മൾ അത് പറഞ്ഞു, ആദ്യം സ്വത്തവകാശമായിരുന്നു, അതിനെ മാറ്റി മൗലികാവകാശം മാറ്റി ഇപ്പോ നിയമാവകാശമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭേദഗതിയൊക്കെ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് മെയ്. നമ്മൾ അല്ല ശൈത്യകാലം പഠിച്ചിരുന്നു, ഡിസംബർ ഫെബ്രുവരി. ഉഷ്ണകാലം മാർച്ച് മെയ് ആണ്. അടുത്ത ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. ഓക്കെ. അടുത്തത് ഭാവിയിലെ ഇന്ധനം കറക്റ്റ് ആയിട്ട് ഓർത്തു വെച്ചേക്കുക. ഭാവിയിലെ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അടുത്ത ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണെന്ന് ചോദിച്ചാൽ ത്രികോണമാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും. എത്ര ഡിഗ്രി വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രി വ്യത്യാസമാണുള്ളത്. അടുത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? 1858. ഓക്കെ, 1858 ആണ്. തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. 1857 നമ്മുടെ വിപ്ലവം ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അടുത്ത വിപ്ലവം അല്ല, ഒന്നാം സ്വാതന്ത്ര്യ സമയം ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? യൂണിയൻ ലിസ്റ്റിൽ വരുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശമാണ് കേട്ടോ. ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസം. നമുക്ക് ഓപ്ഷൻസ് തരുമ്പോൾ വളരെ കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് വെയിറ്റ് കുറഞ്ഞതെന്ന് തോന്നുന്ന ബാക്കി സംഭവങ്ങളായിരിക്കും നമുക്ക് ഇതിൽ തന്നേക്കുക. അപ്പോ വെയിറ്റ് കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശമാണ്. അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ പഠിപ്പിച്ചവ നമ്മൾ പറഞ്ഞതാണിത്. അടുത്ത കലാമിന് ഏത് ലോകത്തിന്റെ അയിരാണ്? സിംഗ്. ഓക്കെ. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സംസ്ഥാനം സ്ഥാനം വരുന്നത്? തെക്കാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? തെക്കാണ്. ഓക്കെ, തെക്കാണ്. അപ്പൊ ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ആഴ്ചയിൽ ഓരോ കുറച്ച് 50-60 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ പറയും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇത് കാണാതെ പഠിക്കാനുള്ള നിങ്ങൾക്ക് ഇത് അറിയായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ബ്രഷപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കേട്ടോ. അത് നോക്കിയിട്ട് തന്നെ പോവുക. അപ്പൊ നാളെ LGS ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.